വെൽക്കം ടു MCS. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ ഒരു നിക്ഷേപ രീതിയാണോ, അല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറി ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് നമ്മുടെ വിഷയം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് പറയുന്നത് സ്വർണ്ണാഭരണങ്ങൾ നിക്ഷേപമായി പരിഗണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും അതിൻ്റെ പോരായ്മകളും അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം മാത്രമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യമുള്ള ഒരു മേഖലയാണ് സ്വർണ്ണാഭരണങ്ങൾ. തീർച്ചയായും സ്വർണ്ണാഭരണങ്ങൾ അതവർക്ക് ധരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസും മാനസികമായ സംതൃപ്തിയും ഒരു പ്രൗഡ് ഫീലും നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇനി നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കരുതുമ്പോഴുള്ള നേട്ടങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ നേട്ടം, അതൊരു നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അതേസമയം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി നമുക്കത് ധരിക്കാൻ പറ്റുന്ന ഒന്നുമാണ്. നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം, ഇൻവെസ്റ്റ്മെൻ്റായിട്ട് പരിഗണിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി. നമ്മളെപ്പോഴും മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വർണം എപ്പോഴും ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സ്വർണ്ണാഭരണങ്ങൾ. അത് ലോകത്ത് എവിടെ പോയാലും ഇൻസ്റ്റൻ്റായിട്ട് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ബാങ്കിൽ പണയം വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ജ്വല്ലറി കൊണ്ടുകൊടുത്താൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ക്യാഷായിട്ട് മാറ്റുകയും ചെയ്യാം. മറ്റൊരു അഡ്വാൻറ്റേജാണ് സ്വർണം ഇൻവെസ്റ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എപ്പോഴും സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് സേഫാണ്. അതായത് അതിൻ്റെ വില ലോങ് ടൈം നോക്കുകയാണെങ്കിൽ എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. വേറൊരു ബെനിഫിറ്റ്, നമ്മൾ വേറുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ്, സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള നിക്ഷേപങ്ങളൊക്കെ നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില വളരെ ഉയർന്ന രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ പൊതുവെ പറയുകയാണെങ്കിൽ സ്വർണം ഒരു നല്ല നിക്ഷേപമാണെന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് പരിഗണിക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള സ്വർണം പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ ജോലി പോവുകയോ അതല്ലെങ്കിൽ വരുമാനം നിലക്കുന്ന അവസ്ഥയോ, അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് ക്യാഷാക്കി മാറ്റാൻ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് വേണം. എമർജൻസി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തെങ്കിലും നമുക്കതൊരു മാസത്തിലുള്ള വരുമാനം നിലച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് ജീവിക്കാനുള്ള ഒരു ഫണ്ടിനെ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫണ്ടിൻ്റെ സോഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വർണ്ണാഭരണങ്ങളെ കാണാം. എത്രയും പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം, അഥവാ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ജ്വല്ലറികളിൽ നിന്ന് മാത്രം സ്വർണം വാങ്ങുക. ഹോൾമാർക്കിംഗ് ഉണ്ട് എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. മറ്റൊന്നാണ് മേക്കിംഗ് ചാർജ്, അഥവാ പണിക്കൂലി കുറഞ്ഞ ആഭരണങ്ങളും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കണ്ടന്റ് മാക്സിമം ഉള്ള ആഭരണങ്ങളും നോക്കി വാങ്ങുക. കാരണം വിൽക്കുമ്പോൾ, തിരിച്ചു കൊടുക്കുമ്പോൾ വില കിട്ടണമെങ്കിൽ മാക്സിമം സ്വർണത്തിൻ്റെ കണ്ടന്റ് അതിൽ ഉണ്ടാവണം. വേറൊരു കാര്യമാണ്, ഇത് എത്രത്തോളം പോസിബിൾ ആണോ എന്ന് അറിയില്ല, എങ്കിലും പറയാം. സെക്കൻഡ് ഹാൻഡ് സ്വർണം അഥവാ മറ്റൊരാൾ യൂസ് ചെയ്ത സ്വർണം വാങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അതല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, നമുക്കറിയുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ അവരുടെ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കത് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അതിൽ നമുക്ക് GST കൊടുക്കേണ്ടതില്ല, അതുപോലെ തന്നെ മേക്കിംഗ് ചാർജും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ ഗോൾഡിൻ്റെ വിലയ്ക്ക് നമുക്കത് വാങ്ങുന്നത് പരിഗണിക്കാവുന്നതാണ്. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണോ എന്ന് അറിയില്ല, എങ്കിലും ചെറിയ രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് ഒരുപക്ഷെ സ്യൂട്ടബിൾ ആയി തോന്നാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പോരായ്മകൾ നോക്കാം. സ്വർണം ഒരു ആഭരണമായിട്ട് പരിഗണിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ് സേഫ്റ്റി കൺസേൺ. അതായത് സ്വർണ്ണാഭരണം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ
ലോങ് ടേമിൽ നല്ലൊരു ഗ്രോത്ത് സ്വർണം തരുമെങ്കിലും കുറഞ്ഞ കാലത്തേക്ക് ഒരു നല്ല നിക്ഷേപമായി സ്വർണത്തെ പരിഗണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് പെട്ടെന്ന് കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വർണം വാങ്ങുമ്പോൾ, ജ്വല്ലറിയിൽ നിന്ന് പുതിയ സ്വർണം വാങ്ങുമ്പോൾ GST ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് സ്വർണം. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, അവർക്കത് അണിയാനും പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.